പുതിയ ആക്റ്റീവയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. തേർഡ് സർവീസിന് ശേഷമാണ് ഈ കംപ്ലയിൻറ്റ് വന്നു തുടങ്ങിയത്. പിന്നെ സർവീസ് എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, റൈഡേഴ്സ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പം കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഹോണ്ട ആക്റ്റീവ 110 ഡ്യൂലക്സ് മോഡലിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. അതായത് 1 ഇയർ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് റിവ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. സാധാരണ ഹോണ്ട ആക്റ്റീവയ്ക്ക് പേരിടുന്ന സമയത്ത് ആക്റ്റീവ 3G 4G 5G 6G എന്നൊക്കെ പറഞ്ഞാണ് പേരിടാറുള്ളത്. ഇപ്രാവശ്യം ആ G അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ആക്റ്റീവ 110 എന്ന് മാത്രമാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള പുതിയ കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഷേപ്പൊക്കെ സെയിം തന്നെ, പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറ്റി. DRL താഴത്തേക്കും ഹെഡ്ലൈറ്റിൻ്റെ സെറ്റപ്പ് എല്ലാം മേളിലത്തേക്കുമായിട്ട് മാറ്റിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മെയിനായിട്ട് നോട്ടീസ് ചെയ്യുന്ന ആ ഫ്രണ്ടിലത്തെ വീൽസാണ്. 12 ഇഞ്ച് വീൽസിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെയൊക്കെയാണ് 10 ഇഞ്ച് ആയിരുന്നു, പക്ഷേ ബാക്കിൽ ഇപ്പോഴും 10 ഇഞ്ച് വീൽസ് തന്നെയാണ് ഹോണ്ട കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു പുതിയൊരു ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എന്താണ് 90 12 ഇഞ്ചിൻ്റെ വീൽസാണ് വന്നിരിക്കുന്നത്. അത് അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡീലക്സ് മോഡലായിട്ട് പോലും ഇതിനകത്ത് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടില്ല, ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വേണമെങ്കിൽ നമുക്ക് 125ലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ മഡ് ഗാർഡിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഉണ്ടല്ലോ, നേരത്തെ കണക്കിന് ഈ ഒരു പോർഷൻ മെറ്റലും ഇവിടം പ്ലാസ്റ്റിക്, അതായത് ഫൈബർ പീസുമാണ് വരുന്നത്. ഫ്രണ്ട് പോർഷന് മാത്രമേ നമുക്ക് ആ മെറ്റൽ പീസ് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ചെറിയൊരു ഫൈബറിൻ്റെ ഒരു പീസും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ ആക്റ്റീവ എന്നുള്ള ആ 3D എംബ്ലമാണ്. നല്ല ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഒരു 3D എംബ്ലമാണ്. എൻ്റെ ഇരുന്ന സെക്കൻഡ് ജനറേഷൻ വണ്ടിയിലൊക്കെ സ്റ്റിക്കറൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ വീൽസ് ഇപ്പോഴും 10 ഇഞ്ചാണ്. നേരത്തെയൊക്കെ ഡ്രം ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അലോയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു ചേഞ്ചാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഫുഡ് റെസ്റ്റൊക്കെ ഇപ്പോഴും ആ ഒരു ഇരുമ്പിൻ്റെ റബ്ബർ കോട്ടിങ് കൊടുത്തിരിക്കുന്ന സെയിം സെറ്റപ്പ് തന്നെയാണ്. ആ ക്രോം ഫിനിഷിലോട്ടോ സ്റ്റീൽ ഫിനിഷിലോട്ടോ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഹോണ്ട കാര്യമായിട്ട് പണിയെടുത്തിട്ടില്ല. ചെറുതായിട്ട് ടെയിൽ ലൈറ്റിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് നീട്ടിയെന്ന് മാത്രം. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ട്രംപ് കാർഡ് എന്ന് പറയാവുന്നത് നമ്മളെ ഈ TFT ഡിസ്പ്ലേ ആണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്, നല്ല കൺവീനിയൻ്റ് ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടണാണ് ആ റൈറ്റ് സൈഡ് കാണുന്നത്. അത് താഴോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ പാസിൻ്റെ സ്വിച്ചൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, പ്രസ് ചെയ്യുമ്പോഴാണ് ആവുന്നത്. പിന്നെ ഇത് നമുക്ക് ആ TFT ഡിസ്പ്ലേ ടോഗിൾ ചെയ്യാനുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, അതേപോലെ തന്നെ ഒരു C ടൈപ്പ് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല യൂസ്ഫുള്ളാണ്, നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇവിടെ തൊട്ട് താഴെ കാണുന്ന ഈ ഗ്ലൗ ബോക്സിനകത്ത് നമുക്ക് ഫോൺ ഇട്ട് കഴിഞ്ഞാൽ ലോക്കബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതുകൂടി ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഫോൺ അവിടെ ഇട്ട് മറന്നു പോകാറുണ്ട്. പിന്നെ ഒരു ഹുക്ക് കാണാം. പിന്നെ നമ്മുടെ ആൾ ഇൻ വൺ കീ സെറ്റാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കണ്ട് ഇവിടെ ഒരു ഹുക്കുണ്ട്, പക്ഷേ അത് യൂസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ ഇതിൻ്റെ കീ സെറ്റിലേക്ക് വരുവാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ്. അതായത് നമുക്ക് ഓരോ ഓപ്ഷനിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഫ്യൂലൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് സ്വിച്ചാണ്. മേളിലോട്ട് നിൽക്കുകയാണെങ്കിൽ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആവും, താഴോട്ടാണെങ്കിൽ സീറ്റ് ഓപ്പൺ ആവും. ചില സമയത്ത് ആ സീറ്റ് ഓപ്പൺ ആവുന്നതിനകത്തൊരു ചെറിയ ഇഷ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നതിനകത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല, അത് ഈസിയാണ്, നല്ലോണം എല്ലാ പ്രാവശ്യവും വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ സീറ്റിൻ്റെ ചില സമയത്തൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ കാണാറുണ്ട്. ഇനി ഞാൻ പറഞ്ഞ മെയിൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. വളരെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു TFT സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ആക്റ്റീവിലൊക്കെ TFT സ്ക്രീൻ എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നമാണ്, പക്ഷേ അതിപ്പം ഫൈനലി വന്നിരിക്കുകയാണ്. ഇത് ഓടിയ കിലോമീറ്ററാണ് 13,723 കിലോമീറ്ററാണ് ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ഓടിയത്. പിന്നെ ടൈം, പിന്നെ ഫ്യൂവൽ ഗേജ്, RPM മീറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നടുക്ക് നമുക്ക് സ്പീഡോമീറ്റർ കാണാൻ പറ്റും, സ്പീഡിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഓരോ ഫീച്ചേഴ്സൊക്കെ ടോഗിൾ ചെയ്യുന്നത്. താഴോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് കാണാൻ പറ്റും. 22.6 കിലോമീറ്ററാണ് ഓടിയത്. അതിൻ്റെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയാണ് 57.5. അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റാണ്. എനിക്ക് ഏറ്റവും കുറഞ്ഞ് 55 to 57 വരെയൊക്കെ കിട്ടാറുണ്ട്. 647 രണ്ടാമത്തെ ട്രിപ്പിൻ്റെ 55.6 ഞാൻ ടാങ്ക് ടു ടാങ്ക് മെത്തേഡിലൊക്കെ നോക്കിയപ്പോഴും എനിക്ക് ഏകദേശം ഇതേ ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് വരുന്നത്. നല്ല ഫ്യൂൽ എഫിഷ്യൻ്റാണ്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് റേഞ്ച് കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കാം, ഫ്യൂൽ ഗേജ് മാത്രമായിട്ട് കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കാം. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് A ട്രിപ്പ് B ഒക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ട്രിപ്പ് Aയിലോ Bയോ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ റൈറ്റ് സൈഡിലോട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് റീസെറ്റ് ആകത്തുള്ളൂ. ഇപ്പം B റീസെറ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫംഗ്ഷൻസും ഡിസ്പ്ലേയുടെ അഡ്ജസ്റ്റ്മെൻറ്റും ജനറൽ സർവീസിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. അത് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വരുന്ന യൂസ്ഫുൾ ഫീച്ചേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഈ റോഡിലോട്ട് വരാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട്. ഈ റോഡൊരു ഒതുങ്ങിയ റോഡാണ്, ഒരു കൊച്ചു റോഡാണ്, അൺഈവനായിട്ട് ടാർ ചെയ്തിരിക്കുന്ന റോഡാണ്. അതായത് നമ്മൾ റബ്ബറൈസ്ഡ് റോഡിൻ്റെ കണക്കൊന്ന് ലെവൽ ചെയ്തിട്ട് രീതിയിലുള്ള ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല വണ്ടിയും ഈ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കുലുക്കമൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഈ വണ്ടിയായിട്ട് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ റൈഡ് ക്വാളിറ്റിയിലെ ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. അതായത് കഴിഞ്ഞ ജനറേഷൻ ആക്റ്റീവയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ടിൽ 12 ഇഞ്ച് വീല് വന്നതിൻ്റെ ഒരു മാറ്റം നമുക്ക് ഇതിനകത്ത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യമുള്ള കുഴികളിലും തിട്ടകളിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറി പോകുന്നൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കുഴികളിൽ നിന്നൊക്കെ പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. ഒരു ഗ്ലൈഡ് ചെയ്യുന്നൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞ് നമുക്ക് ബട്ടർ സ്മൂത്തായിട്ടുള്ളൊരു സസ്പെൻഷൻ്റെ എക്സ്പീരിയൻസ് അല്ല നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം ചെറിയ അടികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആക്റ്റീവയേക്കാൾ കുറച്ചുകൂടി പ്ലഷ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അത്യാവശ്യം സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ട്. നേരത്തെ കണക്ക് വോബിൾ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ 80 വരെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലൊക്കെ നമുക്ക് റിസ്ക്കാണ്. ഒരു സ്കൂട്ടറിൻ്റെ ഒരു റേഞ്ചൊക്കെ വെച്ച് കഴിയുമ്പോൾ 80 കിലോമീറ്റർ സ്പീഡൊക്കെ തന്നെ അത് ഓവർ സ്പീഡായിട്ട് തന്നെ കണക്കാക്കണം. അപ്പം ആ ഒരു റേഞ്ചിലൊന്നും നമുക്ക് വോബിളിങ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ റൈഡ് ക്വാളിറ്റി ബെറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല യാത്രാസുഖവും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിൻ്റെ സീറ്റിൻ്റെ കുഷ്യനിങ്ങിനെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് സീറ്റ് കുഷ്യനിങ്ങും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ ഒരുപാട് ഹാർഡും അല്ല. ആ ഒരു രീതിയിൽ മോഡറേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. പെർഫെക്റ്റ് ബാലൻസ് ആയിട്ടാണ് ഇതിൻ്റെ സീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. അതായത് 1 ഇയർ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 13,700 കിലോമീറ്ററോളമാണ് ഞാൻ ഓടിച്ചിരിക്കുന്നത് ഈ വണ്ടി ഒരു വർഷം കൊണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ടുള്ള പ്രശ്നം വന്ന സെക്കൻഡ് സർവീസ് മുതലാണ്. എൻ്റെ സർവീസ് എക്സ്പീരിയൻസ് വളരെ മോശമാണ് കിട്ടിയിട്ടുള്ളത്. ഹോണ്ടയുടെ സർവീസ് വളരെ മോശം സർവീസ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് സർവീസിനെ കുറിച്ച് വലിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സെക്കൻഡ് സർവീസ് ഞാൻ കൊണ്ടുപോയ സമയത്ത് വണ്ടിയുടെ ഓയിൽ മാറിയതിന് ശേഷം ഇവന്മാർ ഡ്രെയിൻ നട്ട്, അതായത് ഓയിലിൻ്റെ ഡ്രെയിൻ നട്ട് പ്രോപ്പറായിട്ട് മുറുക്കാതെ തന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ നോക്കിയപ്പോൾ വണ്ടിക്ക് ഓയിൽ ലീക്ക് കാണാൻ തുടങ്ങി. അപ്പോൾ ഇനി ത്രെഡ് എങ്ങാനും പിരിവെട്ടി കയറ്റി മൊത്തം നശിപ്പിച്ചാണോ എന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും തൊടാൻ പോയില്ല. വാറണ്ടി പീരീഡ് ആയതുകൊണ്ടും ഞാൻ വണ്ടി നേരെ ഷോറൂമിലോട്ട് കൊണ്ടുപോയി. ഏകദേശം 16 കിലോമീറ്റർ ഓടിച്ചാണ് ഞാൻ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വണ്ടി ഇഷ്യൂ പറഞ്ഞതിന് ശേഷം ഷോറൂമിലേക്ക് വണ്ടി അകത്ത് കയറ്റി എന്നെ ഒരു 45 മിനിറ്റോളം വെളിയിൽ നിർത്തി. അതുവരെ ആ വണ്ടി ആരും അറ്റൻഡ് ചെയ്തില്ല. ഓക്കെ, അതിനുശേഷം ഇത് ഒരു മെയിൻ മെക്കാനിക്ക് വന്ന് ആ നട്ട് മുറുക്കി തന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നു. അതിനുശേഷം ഞാനത് നോക്കിയപ്പം യാതൊരു വിധമായ പ്രശ്നമോ ലീക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതായത് ഒരു നട്ട് പ്രോപ്പറായിട്ട് മുറുക്കാത്തതിന് പറ്റിയൊരു പ്രശ്നമാണ് എനിക്ക് വന്നത്. അതായത് ആ സർവീസിൻ്റെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ആ ലെവലേ ഉള്ളെന്നാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു വന്നത്. അതായത് ആ ഒരു ചെറിയൊരു കാര്യത്തിന് എന്നെ പിറ്റേ ദിവസവും മെനക്കെടുത്ത് ഉണ്ടായി. അതുമാത്രമല്ല, അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു നട്ട് മുറുക്കി തരാനായിട്ട് ഏകദേശം 45 മിനിറ്റ് എന്നെ അവിടെ വെയിറ്റ് ചെയ്യിച്ചു. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സർവീസിലേക്ക് വരാം. തേർഡ് സർവീസ് ചെയ്ത് ഏകദേശം 11,800 കിലോമീറ്ററിൽ എന്തോ ആണ്. ഇപ്പോൾ വണ്ടിയുടെ റീഡിങ് 13,700 ഈ തേർഡ് സർവീസ് ചെയ്തിട്ട് ഒരു മാസത്തിന് ശേഷമാണ് എനിക്ക് അടുത്ത പണി വന്നത്. അതായത് വണ്ടി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എന്തോ മെറ്റൽ ഭാഗങ്ങൾ കിടന്ന് അടിക്കുന്ന കണക്കുള്ളൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ വിചാരിച്ച വണ്ടിയുടെ ഫാനിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഉടക്കി ഇരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുള്ള ശബ്ദം കണക്കാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് വണ്ടി ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ മെറ്റൽ പാർട്ട് കിടന്നടിക്കുന്ന കണക്കുള്ളൊരു ശബ്ദമാണ്. അതായത് വണ്ടിയുടെയൊക്കെ ടാപ്പറ്റടിയുടെയൊക്കെ ഒരു ശബ്ദത്തിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു സൗണ്ടാണ് കേട്ടത്. അങ്ങനെ നേരെ ഷോറൂമിലേക്ക് കൊണ്ടുപോയി വണ്ടി കൊടുത്തു. അതൊരു ശനിയാഴ്ച ദിവസമാണ് കൊടുത്തത്. രാവിലെ ഒരു 9 മണിക്ക് തന്നെ വണ്ടി കൊണ്ടുപോയി കൊടുത്തു. ഷോറൂം ഓപ്പൺ ചെയ്യുന്ന ടൈമാണ്. കറക്റ്റായിട്ട് എല്ലാ സർവീസ് എടുക്കുന്ന സമയത്താണ് കൊണ്ടുപോയി കൊടുത്തത്. അന്നേരം വണ്ടി വാറണ്ടി പീരീഡിലാണെന്ന് ഇൻഫോം ചെയ്തു. സർവീസ് കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അവർ വണ്ടി വാങ്ങിച്ച് വെച്ചു. അന്നത്തെ ദിവസം ആ വണ്ടി നോക്കിയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടിയുടെ വാൽവിൻ്റെ എന്തോ ഇഷ്യൂ ആണ്, വാൽവ് ഒന്ന് ടൈറ്റ് ചെയ്താൽ പ്രോബ്ലം തീരും, അതുകൊണ്ട് വണ്ടി എന്തായാലും ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു. വണ്ടി ഹോൾഡ് ചെയ്തു. അന്നത്തെ ദിവസം വൈകിട്ട് 5 മണിക്ക് തരാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. 5 മണിയായപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പം പറഞ്ഞു വണ്ടി ഇന്ന് റെഡി ആവത്തില്ല, ഇനിയിപ്പം തിങ്കളാഴ്ചത്തേക്ക് വണ്ടി തരാം, ഒരു കുറച്ച് കിലോമീറ്റർ ഓടട്ടെ, വണ്ടി ചൂടാവുന്നതുകൊണ്ടാണ് ഈ ഇഷ്യൂ വരുന്നതെന്നാണ് ആ സർവീസ് സെൻറ്ററിൽ നിന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ ചൂടാക്കണ്ട, വണ്ടി അവിടെ ഇരിക്കട്ടെ, തിങ്കളാഴ്ച എന്തായാലും തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുകയാണ് വണ്ടിക്ക് ലേബർ ചാർജ് തരേണ്ടി വരുമെന്ന്. അതായത് വാറണ്ടി പീരീഡിലുള്ള വണ്ടിയാണ് ഇതിപ്പം, വാറണ്ടി സർവീസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്ന വണ്ടിയാണ്. തേർഡ് സർവീസ് കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ആ വണ്ടിക്ക് ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ, അതായത് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പം ഇവർ പറയുകയാണ് നമുക്ക് ലേബർ ചാർജ് തരേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്തൊരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്, ഇവന്മാർ ആരുടെ അടുത്തായാലും ഈ സെയിം ഡയലോഗാണ് പറയുന്നത്. എതിർക്കുന്നവർക്ക് മാത്രം ഇവർ ഫ്രീ ആയിട്ട് ചെയ്ത് വെക്കും. അതായത് അറിയാത്ത ടീംസൊക്കെ വന്ന് നമുക്ക് സർവീസ് ചെയ്തിട്ട് ഇത് ലേബർ ചാർജ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കംപ്ലയിൻറ്റ് വന്നിട്ട് വാറണ്ടി പീരീഡിൽ ലേബർ ചാർജ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമുള്ള ആൾക്കാരെല്ലാം ആ പേയ്മെൻറ്റ് ചെയ്യാറാണ് പതിവ്. ആ സെയിം ഡയലോഗ് എൻ്റെ അടുത്ത് അടിച്ചു. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ടയ്ക്ക് മെയിൽ അയക്കുകയുണ്ടായി. പിന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ഈ കംപ്ലയിൻറ്റും പറഞ്ഞ് എന്തായാലും തിങ്കളാഴ്ച രാവിലെ ഞാൻ വീണ്ടും ഒന്ന് വിളിക്കുകയുണ്ടായി.
ഫൈനലി വണ്ടി ഇഷ്യൂ എല്ലാം സോൾവ് ചെയ്ത് തന്നു. അപ്പം ബിൽ എമൗണ്ട് എത്രയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ബില്ലാണെന്ന് പറഞ്ഞ് ബില്ലിൻ്റെ പേപ്പർ പോലും തന്നിട്ടില്ല. എന്നെ എന്തായാലും അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്തായാലും വണ്ടി പ്രോപ്പറായിട്ട് ക്ലീനായിട്ട് തന്നെ കിട്ടി. ഇപ്പം എന്തായാലും വണ്ടിക്ക് ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഹോണ്ടയുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ആക്റ്റീവയിൽ നിന്ന് വീണ്ടും ഒരു ആക്റ്റീവയിലേക്ക് തന്നെ വന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് 1 ഇയറിൽ ഉണ്ടായിരിക്കുന്ന യൂസർ എക്സ്പീരിയൻസ്. ഈ വണ്ടി എനിക്ക് തന്നിരിക്കുന്ന എക്സ്പീരിയൻസ് ആണിത്. ഏറ്റവും മോശം എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുന്നത് ആ സർവീസ് സെൻറ്ററിൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ്. പിന്നെ ഹോണ്ട എന്നുള്ള ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. കാര്യം ഈ ഒരു ഇഷ്യൂ മെൻഷൻ ചെയ്ത് നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഈ ഡീലർഷിപ്പ് ആ ഒരു ലേബർ ചാർജ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരത് ക്ലിയർ ചെയ്ത് സ്പോട്ടിൽ തന്നെ അത് അവർക്ക് മെയിൽ അയച്ച് ആ ഒരു എമൗണ്ട് എനിക്ക് 0 ആക്കി തന്നിട്ടുണ്ട്. അതായത് ആ ഹോണ്ട എന്നുള്ള ബ്രാൻഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന സപ്പോർട്ട് വെച്ചിട്ടാണ് എല്ലാവരും ഈ വണ്ടി വാങ്ങുന്നത്. അതാണ് ഇതിനകത്ത് മെയിൻ കാരണം. ഇതിൻ്റെ സർവീസ് വളരെ മോശമാണ്. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനിയും കുറേ വീഡിയോകളായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.